extensive properties are said to be additive properties. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ അഡിറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാരണം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ മാസ് ഡിപ്പെൻഡൻ്റ് ആണ്, അതിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോഴ് മാസ്, വോളിയം ഇതെല്ലാം തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോഴ് വോളിയം തന്നെ കൺസിഡർ ചെയ്യുക. സേ 5 ml ഓഫ് വാട്ടർ ടേക്കൺ ഇൻ എ ബോട്ടിൽ. അതിൻ്റെ കൂടെ ദെൻ 5 ml കൂടെ ആഡ് ചെയ്താൽ ഇപ്പോൾ അത് എത്രയായി? 10 ml ആയി. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തു. സോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ അഡിറ്റീവ്. മാസ് 2 kg ഓഫ് സബ്സ്റ്റൻസിൻ്റെ കൂടെ അഗെയിൻ 2 kg കൂടെ ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ 4 kg ആയി. അതേസമയം ഡെൻസിറ്റി കൺസിഡർ ചെയ്ത് അതിൻ്റെ ഡെൻസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ml വാട്ടറിൻ്റെ കൂടെ 1 ml കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഡെൻസിറ്റിക്ക് നോ ചേഞ്ച്. കോൺസെൻട്രേഷൻ 1 മോളാർ HCl സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ അഗെയിൻ 1 മോളാർ HCl ഒരു 5 ml കൂടെ ആഡ് ചെയ്താൽ അതിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പോഴ് extensive properties are additive properties. Got it? Then an extensive property divided by another extensive property, the quotient obtained is an intensive property. നോക്കാം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ ആണല്ലോ വോളിയം. മാസും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റാണ്. മാസ് ബൈ വോളിയം എന്ന് പറയുന്നത്, മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഇത് തിരിഞ്ഞാണ് വന്നേക്കുന്നത്. മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഡിവൈഡഡ് ബൈ വോളിയം ഈസ് ഓൾസോ അനദർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി ഇല്ലേ, ഇറ്റ് വിൽ ഗിവ് ഡെൻസിറ്റി. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സ്പെസിഫിക് വോളിയം. ഓക്കെ, അതാണ് ഇവിടെ തന്നേക്കുന്നത്. വോളിയം ബൈ മാസ്. വോളിയം ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മാസ് ഈസ് ഓൾസോ ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. വോളിയം ബൈ മാസ് വിൽ ഗീവ് ദ സ്പെസിഫിക് വോളിയം. ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ കണ്ടത്. One is that extensive properties are additive. We have seen in the case of mass, volume. Then the quotient obtained by dividing an extensive property with another extensive property is an intensive property. Mass by volume. Mass is an extensive property. Volume is an extensive property. Mass by volume, density is obtained, which is an intensive property. Okay, അന്നേരം 2 important properties ആണ് നമ്മൾ കണ്ടത്. Okay, then we are coming to other terms. State. നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം? നമുക്കറിയാം, വെള്ളത്തിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണല്ലോ ഐസ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഐസ്. അന്നേരം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് അത്. ഐസായിട്ട് നിൽക്കുന്നത് എപ്പോഴാണ്? അതിന്റെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കുമ്പോഴാണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ അത് ഐസായിട്ട് നിൽക്കും. ഇനി അതിൽ ഒരല്പമെങ്കിലും ചേഞ്ച് വന്നാൽ, ഒരല്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ദെൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്. ദെൻ എബവ് 100 ആകുമ്പോൾ അത്
ബോയിലിംഗ് പോയിന്റ് അറ്റൈൻ ചെയ്തു അതർ സ്റ്റേറ്റിൽ, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട്. ഇങ്ങനെ വി ഹാവ് സീൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാട്ടറിന്റെ തന്നെയാണ്. ഓക്കെ, അപ്പോഴ് നമുക്കൊരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സർട്ടൺ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, കോമ്പസിഷൻ, ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ടും ഒരു പരിധി വരെയും റെപ്രസെന്റ് ചെയ്യും. അന്നേരം ഇവരാണ് കൂടുതലായിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇഫ് ദർ ഈസ്, അന്നേരം ഇവരെ എന്തെന്ന് പറയുന്നറിയാമോ? ഇവര് ആർക്കെങ്കിലും ഒരു അല്പം, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ, ഇതിലേതെങ്കിലും ഒരു അല്പം വ്യത്യാസം വന്നാൽ അത് വേറൊരു സ്റ്റേറ്റിലോട്ട് പാസ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പോഴ് ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആരെ കൂട്ടുപിടിക്കുന്നു? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് വെച്ച് നമുക്ക് ഒരു പരിധി വരെയും സ്റ്റേറ്റ്, അന്നേരം ഇവരാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അന്നേരം ഒരു സ്റ്റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ദീസ് macroscopic properties. If there is any change in any of these microscopic properties, they may pass into another state. അപ്പോഴ് അവരെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം, സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയും. ഈ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് വേരിയബിൾസ്, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. അതായത് ഒരു സ്റ്റേറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇവരെ കൂട്ടുപിടിക്കാം. അപ്പോഴ് നമ്മൾ പറയും ഇന്ന പ്രഷർ, ഇന്ന വോളിയം, ഇന്ന കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഇന്ന ടെമ്പറേച്ചർ, P1, B1, T1. അതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. സേ എ, if there is a change in these properties, if they change to P2, V2 and T2, then it will pass on to B, from eighth state to bth state. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ ഒരു സ്റ്റേറ്റിലോട്ട് മാറും. അതുകൊണ്ട് ഇവരെ പറയുന്നത് സ്റ്റേറ്റ് വേരിയബിൾസ് എന്നാണ്. ഓക്കെ, നമ്മൾ അതുകൊണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ്, അന്നേരം ഒരു സ്റ്റേറ്റിനെ അതിൻ്റെ ആ ഫിക്സഡ് സ്റ്റേറ്റ് വേരിയബിൾസ് കൊണ്ട് ഫിക്സ് ചെയ്തേക്കാണ്. ആ പ്രോപ്പർട്ടീസ് വെച്ച്, ആ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വെച്ച് ഒരു സ്റ്റേറ്റിനെ ഫിക്സ് ചെയ്തേക്കാണ്. വേറൊരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ ആ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ആ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അതാണ് ഈ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നു. സ്റ്റേറ്റ് 1 ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ പർട്ടിക്കുലർ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. If there is a change in any of these variables, it may pass on to another state 2-ലോട്ട് പോകും. അപ്പോഴ് ഈ സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലോട്ട് പോകുമ്പോഴുള്ള ഇതിനെയാണ് പറയുന്നത് പ്രോസസ് എന്ന് പറഞ്ഞത്. എനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് നോൺ ആസ് പ്രോസസ്. ആ സിസ്റ്റം ഒരു പ്രോസസ്സിന് വിധേയമാവുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇനി എന്താണ് പാത്ത് എന്ന് പറഞ്ഞാൽ? The series of state of a system through which the process occurs is known as path. വഴി, അത് കടന്നു വന്ന സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലോട്ട് കടന്നു വന്ന വഴികൾ. അപ്പോഴ് പ്രഷർ, വോളിയം ചേഞ്ച് ചെയ്തു, അടുത്ത ഇതിലോട്ടായി, അങ്ങനെ ഈ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേർന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് പാത്ത് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. സോ state of a system, condition of a system is defined by properties of that system is known as state of system. Each state is fixed by its macroscopic properties. If there is change in any of these properties, they may pass on to another state. So these properties are also called as state variables. The series of state of a system through which
the process occurs is known as path of a system. അത് കടന്നു വന്ന വഴി. Any change of state of a system is known as process. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ ഒരു സ്റ്റേറ്റിലോട്ട് മാറി കഴിയുമ്പോൾ അത് ഒരു പ്രോസസ്സിന് വിധേയമായെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോഴ് ഞാൻ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ കാര്യം പറഞ്ഞു. അപ്പോഴ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയട്ടെ. നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും ആവശ്യമായിട്ട് വരത്തില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് PV is equal to RT or PV is equal to nRT. PV is equal to RT തന്നെ എടുക്കാം. അവിടെ നമുക്ക് ഈ മൂന്ന് എപ്പോഴും പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട് ഈ റിലേഷനിൽ. ഓക്കെ, അപ്പോഴ് ഈ മൂന്ന് സ്റ്റേറ്റ് വേരിയബിൾസും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നില്ല. If we are knowing two of these variables, we can find out the other variable, right? പ്രഷറും ടെമ്പറേച്ചറും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മറ്റേത് കോൺസ്റ്റന്റ് ആണല്ലോ R എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അന്നേരം ഈ എല്ലായ്പ്പോഴും എല്ലാ വേരിയബിൾസും അറിഞ്ഞിരിക്കണം എന്നില്ല. രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തേത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ റിലേഷൻ വെച്ച്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വാണ്ടർവാൾസ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടല്ലോ, P + A/V² × V - B = RT. അവിടെയുണ്ട് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ വരുന്നു. അപ്പോഴ് നമ്മൾ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും അറിഞ്ഞിരുന്നാൽ മതിയാകും വോളിയം കണ്ടുപിടിക്കാം ത്രൂ ദിസ് റിലേഷൻ. അപ്പോഴ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വേരിയബിൾസ് ഉണ്ട്. അവയെ നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ പറഞ്ഞിരിക്കണം, അവരെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയാം. ഇനി പ്രഷറും ടെമ്പറേച്ചറും അറിഞ്ഞിരുന്നാൽ കണ്ടുപിടിക്കപ്പെടാവുന്ന വേറൊരാളുണ്ട്, അതായത് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾ. ഇവിടെ വോളിയം ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് വേരിയബിൾസ്, then dependent variable and independent variables. Hope it is clear for you. Okay, any two terms, state function and path function. നമുക്കറിയാം പല തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. Some thermodynamic properties which depend only upon the initial and final state of a system. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായി, ഫിക്സ് ചെയ്തേക്കാണ്. അവിടുത്തെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കും, പർട്ടിക്കുലർ വോളിയം ആയിരിക്കും, പർട്ടിക്കുലർ പ്രഷർ ആയിരിക്കും സ്റ്റേറ്റ് 1-ന്. ഇനി സ്റ്റേറ്റ് 2-ന് പർട്ടിക്കുലർ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. അപ്പോഴ് there are certain properties, thermodynamic properties ആണ് നമ്മൾ ഇവിടെ കാണുന്ന എല്ലാം തന്നെ, which depend only upon the initial and final state only. It does not depend on the path through which it comes to that state, or the path through which it passes from the initial state to the final state. Clear ആയെന്ന് വിചാരിക്കുന്നു. അത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പാസ് ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ആയിരിക്കുന്ന അവസ്ഥകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓൺലി ഓൺ ദ വാല്യൂസ് ഓഫ് ഫൈനൽ ആൻഡ് ഇനിഷ്യൽ സ്റ്റേറ്റ്. നമ്മൾ പറയത്തില്ലേ വന്ന വഴി മറന്നു എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇവര് പോകുന്ന പാത്തിനെ ഇവർക്ക് ബാധിക്കത്തില്ല. അങ്ങനെയുണ്ടോ? ഉണ്ട്. ധാരാളം തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇന്റേണൽ എനർജി, എൻതാൽപ്പി എല്ലാം, അതുപോലുള്ള ഫ്രീ എനർജി എല്ലാം തന്നെ ഡിപ്പെൻഡന്റ് ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും തന്നെ, അതായത് അതിന്റെ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ്, അതെങ്ങനെ വന്നു, ഏത് മെത്തേഡ്, നമുക്ക് ഇപ്പൊ വരുന്നത് ഏത് പ്രോസസ് എന്നുള്ളതാണ്, ഏത് പ്രോസസ്സിലൂടെയാണ്. നമ്മളെ സംബന്ധിച്ച് പല പ്രോസസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഓഫ് ദ സിസ്റ്റം.
നോട്ട് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അതിനെ മാത്രമല്ല, അത് വന്ന വഴിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടോ? പ്രധാനമായിട്ടും രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, വർക്ക് ആൻഡ് ഹീറ്റ്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ, path function, very very important, definition and examples. Okay, state function number of examples പറയാം. നമ്മുടെ thermodynamic properties ആയ entropy, enthalpy, internal energy എല്ലാം തന്നെ state functions ആണ്. Delta internal energy, delta E is equal to E2 minus E1. Final internal energy minus initial internal energy value. അതിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. What about heat and work? I said that they are path dependent. ആണോ? ആണോ എന്ന് ചോദിച്ചാൽ ഡൗട്ട് ഇല്ല, അത് പ്രൂവൻ ആണ്. ഓക്കെ, വർക്ക് എന്ന് തന്നെ എടുക്കാം. വർക്ക് ടീച്ചർ പറഞ്ഞു, വർക്ക് ഈസ് എ പാത്ത് ഡിപ്പെൻഡന്റ് വൺ. ഓക്കെ, നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കിക്കോളൂ. നിങ്ങളുടെ കോളേജിൽ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ പല വഴി കൂടെ പോകാം. അപ്പോഴെല്ലാം നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സെയിം അല്ല. ഓക്കെ, സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് അവർ ഫിസിക്കൽ പ്രോസസ്സസ് ഓൾസോ. നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു, വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? W is equal to P delta V. സോ ഇനി ഞാൻ ഒരു സിലിണ്ടർ എടുത്തു, അതില് ഗ്യാസ് ഫിറ്റ് ചെയ്തു, അതില് സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ വെച്ച് അതിനെ ക്ലോസ് ചെയ്തു. യു ഇമാജിൻ ദാറ്റ് ചെയ്തു. ഫസ്റ്റ്ലി ഞാൻ ഇനിയും ആ പിസ്റ്റൺ മൂവ് ചെയ്യണമല്ലോ. ആദ്യമേ ഇനിഷ്യലി അതിൻ്റെ എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ പ്രഷറും ഒരുപോലെ ആയിരിക്കുവാണെങ്കിൽ അത് പിസ്റ്റൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യത്തില്ല. ഇനിയും if the external pressure is higher than that of the internal pressure, അതായത് എക്സ്റ്റേണൽ പ്രഷർ വളരെ സ്മോൾ എമൗണ്ട് ഡിക്രീസ് ചെയ്തുള്ളെങ്കിൽ ഈ പിസ്റ്റൺ ഒരല്പം മൂവ് ചെയ്യും. അതായത് പ്രഷറിന്റെ വാല്യൂ ഇവിടെ എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ, അതായത് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. നമുക്ക് അപ്പോഴുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാൻ ഇവിടുത്തെ പ്രഷർ കണ്ടീഷൻസ് വേരി ചെയ്യുകയാണെന്ന് വെച്ചോളുക. ഫസ്റ്റ്ലി ഇതിന്റെ പ്രഷർ എന്ന് പറഞ്ഞത് വളരെ ഒരു ഹാഫ്, ഇന്റേണൽ പ്രഷറിനെക്കാട്ടിൽ ഒരു ഹാഫ് എമൗണ്ട് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഓൾവേസ് സെയിം ആണെന്നും കരുതുക. ഇനി ഇഫ് ദ എക്സ്റ്റേണൽ പ്രഷർ ഞാൻ 0 എമൗണ്ട് ആക്കിയെന്ന് വെച്ചു. ഓക്കെ, അപ്പോഴ് എങ്ങനെയായിരിക്കും? W എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഡെൽറ്റ വിയുടെ വാല്യൂ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, W അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി പ്രഷർ ഹാഫായിട്ട് കുറച്ചെന്ന് വെച്ചോളൂ. ഹാഫായിട്ട് കുറയ്ക്കുവാണെങ്കിൽ ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ ആണ്. ഇന്റേണൽ പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും. അന്നേരം ഹൗ മച്ച് എമൗണ്ട്? ഡെൽറ്റ വി കോൺസ്റ്റന്റ് ആണെന്ന് വെക്കുക. അതായത് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡിഫറെന്റ് പ്രഷേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഒരു വളരെ സ്മോൾ എമൗണ്ട് കുറച്ചുള്ളെങ്കിൽ, ഇന്റേണൽ പ്രഷറുമായിട്ട് കുറച്ചുള്ളെങ്കിൽ പി എന്ന് പറയുന്നത് ഇച്ചിരി കൂടിയ വാല്യൂ ആയിരിക്കും. ഹാഫിനെക്കാട്ടിൽ കൂടുതലാണെന്ന് വെച്ചോളൂ. അപ്പോഴ് W എന്ന് പറയുന്നത് ഈ കേസിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോഴ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാത്ത് ഡിപ്പെൻഡന്റ്. ഏത് ഡിപ്പെൻഡന്റ് വൺ, അതായത് ഏത് വിധേനയാണ് ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനിയും ഹീറ്റ് ഇസ് എ പാത്ത് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ പല വിധത്തിൽ നടത്താം. ഫോർ എക്സാമ്പിൾ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് കോപ്പർ സൾഫേറ്റ്. സിങ്ക് ഗ്രാന്യൂൾസും കോപ്പർ സൾഫേറ്റും കൂടെ ഉള്ള റിയാക്ഷനിൽ
സിങ്ക് സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യും. ഇനി ഇത് ഒരു റിയാക്ഷൻ നോർമലി ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്. അതൊരു തെർമൽ ഫ്ലാസ്കിലാണ് അത് നടത്തുന്നതെങ്കിൽ സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്, നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇലക്ട്രോ കെമിക്കലി ആണ് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സോ ഹീറ്റ് ഇവിടെ രണ്ട് വിധേനയാണ്, സെയിം റിയാക്ഷൻ തന്നെ രണ്ട് മെത്തേഡിലാണ് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തതെന്ന് കരുതുക. ഓക്കെ, അപ്പോഴും അവിടെ ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് കേസിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു റിയാക്ഷനിൽ സെയിം പ്രോഡക്റ്റ് ഒക്കെ കിട്ടും, പക്ഷെ ഒരു റിയാക്ഷൻ ഇലക്ട്രോ കെമിക്കലി ക്യാരി ഔട്ട് ചെയ്തപ്പോൾ നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. തെർമോ കെമിക്കലി നടത്തിയപ്പോൾ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സാധാരണ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തു, തെർമൽ ഫ്ലാസ്കിലാണ്, അതായത് ഹീറ്റ് ഒന്നും പുറത്തു പോകാൻ സൗകര്യമില്ല, പക്ഷെ നമുക്ക് ഒരു തെർമോമീറ്റർ വെച്ച് അത് മെഷർ ചെയ്താൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ. സോ ഹീറ്റ് ഈസ് എ പാത്ത് ഡിപ്പെൻഡന്റ് ഫങ്ഷൻ. സോ ഓൺലി മെയിൻലി എൻ്റെ അറിവിലുള്ളതിൽ രണ്ട് പാത്ത് ഫങ്ഷൻസേ ഉള്ളൂ. വൺ ഈസ് വർക്ക് and the other is heat. So path functions. What are state functions? Thermodynamic properties which depend on the state of the system, which depends only on the state, not independent of the path followed to reach that state, from the initial state to the final state. It is independent. All thermodynamic properties like internal energy, enthalpy, entropy, all these are state functions. Path functions depend on the path followed are called path functions. Examples: heat and work. So, okay. ഇനി പ്രോസസ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഈ തെർമോഡൈനാമിക് പ്രോസസ്സ് തന്നെ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും ചില വേരിയബിൾസ് ഒക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അങ്ങനെ നമുക്ക് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോസസ് വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോഴെങ്ങനെയാണ് ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്? ആ പ്രോസസ്സ് നടക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതായത് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ആയിക്കോട്ടെ, ഒരു സിലിണ്ടർ ഞാൻ ഇപ്പോൾ മുമ്പേ കാണിച്ചതുപോലെ ഇതുപോലെ ഒരു സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ വെച്ച് ഒരു സിലിണ്ടർ ക്ലോസ് ചെയ്തേക്കുന്നു, അതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തേക്കുന്നു, അപ്പോഴ പിസ്റ്റൺ മൂവ് ചെയ്യുന്നു, മുന്നോട്ട് ഒക്കെ പോകുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടായെന്ന് വെച്ചോളൂ, ഉണ്ടാകും. അപ്പോഴ് അങ്ങനെയൊന്നും വരരുത്. എക്സ്പാൻഡ് നമുക്ക് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് അതിന്റെ ദർ വിൽ ബി എ ഹീറ്റ് ചേഞ്ച്. അത് കാരണം അവിടെ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. ആ ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഇവിടെ നടക്കരുത്, ഐസോതെർമലായിട്ട് നടക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പോഴൊരു പ്രോസസ് ഐസോതെർമലായിട്ട് നടക്കുമ്പോൾ if there is an excess amount of heat is produced during that process, what will do the system? The system will give out this excess of heat into the surroundings. Or if there is a decrease in temperature of the system, അതിന്റെ ഉള്ളില് കുറവാണെന്നുണ്ടെങ്കിൽ what will happen? The system will absorb the heat from the surroundings into the system. അപ്പോഴ് അത് എങ്ങനെയുള്ള വോൾസ് ആയിരിക്കണം? ഡയാതെർമൽ വോൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സിസ്റ്റം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സ്വയമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് എക്സസ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെളിയിലോട്ട് കളയണം. ഹീറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് പുറത്തു നിന്ന് സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റം സ്വീകരിക്കണം. അതിന് രണ്ട് സൗകര്യമുള്ള വോൾസ് വെച്ച് ക്ലോസ് ചെയ്തേക്കുന്നതായിരിക്കണം. അപ്പോഴ് ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് dt is equal to 0, right? Isothermal process means temperature remains constant, so change in temperature is equal to 0.
but dq is not equal to 0. dq 0 ആണോ? അല്ല. കാരണം ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നേലേ പറ്റൂ, എങ്കിൽ മാത്രമേ dq 0 ആക്കി വെക്കാൻ പറ്റൂ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരുന്നില്ല, ഐസോതെർമല. dq must be not equal to 0. അതും കൂടെ എഴുതിയിരിക്കണം. അതെന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയണം. If there is an excess amount of heat, that must be given to the surroundings. If there is a loss of heat, that must be that much amount of heat must be absorbed from the surroundings. So dq is not equal to 0, right? Okay, അങ്ങനെയെങ്കിൽ ഒരു അഡിയബാറ്റിക് പ്രോസസ് എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സിൽ? വെൽ ഇൻസുലേറ്റഡ് വോൾസ് വെച്ച് നിർമ്മിക്കപ്പെട്ട സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവിടെ there is no possibility or chance of exchanging heat between the system and the surroundings. So there is no heat flows between the system and the surroundings. ഹീറ്റ് എത്ര കൂടി പോയാലും കുറഞ്ഞു പോയാലും ആ സിസ്റ്റത്തിന്റെ അത് തന്നെ അങ്ങനെ തന്നെ നിലനിർത്താനേ പറ്റത്തുള്ളൂ. സോ they must be the system must be closed with well insulated walls. അഡിയബാറ്റിക് പ്രോസസ്, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതുമായിട്ട് അനുബന്ധിച്ച് ഹീറ്റ് ചേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതൊക്കെ ഇനി കുറച്ചുകൂടെ ഒക്കെ പഠിക്കുമ്പോഴും ഒന്നുകൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പോഴ് നമുക്കറിയാം എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹീറ്റ് എന്താണ് അവിടെ കുറയുമായിരിക്കും, ടെമ്പറേച്ചർ ഫോൾ ആയിരിക്കും അവിടെ നടക്കുന്നത്. ആ സിസ്റ്റത്തിലോട്ട് ഒരു വർക്ക്, ആ സിസ്റ്റത്തിലോട്ട് എക്സ്റ്റേണൽ ബോഡിയോ വല്ലതും വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഐസോതെർമൽ പ്രോസസ്സിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണം. dt is equal to 0, dq not equal to 0. ഓക്കെ, അങ്ങനെയെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്താണ്? dq is equal to 0. dq is equal to 0 ആണ്. നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, നോ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ബട്ട് അത് കാരണം എന്താണ്? dt not equal to 0. ഓക്കെ, അങ്ങനെ പറയാമല്ലോ ഇൻ ഷോർട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഐസോകോറിക് പ്രോസസ് എന്താണ്? ഇതിപ്പോ ടെമ്പറേച്ചർ വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രഷർ വോളിയത്തിലോട്ടായാല് സർട്ടൺ പ്രോസസ്സിൽ നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുവാണെന്ന് വെച്ചോളൂ. അപ്പോഴ് വോളിയം, നോ ചേഞ്ച് ഇൻ വോളിയം, അതായത് ആ പിസ്റ്റൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മൂവ് ചെയ്യുന്നില്ലെന്ന് കരുതുക. ഓക്കെ, നോ ചേഞ്ച് ഇൻ വോളിയം, dv is equal to 0. അങ്ങനെയുള്ള പ്രോസസ്സിനെ എന്തെന്ന് പറയും? ഐസോകോറിക് പ്രോസസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഐസോബാറിക് പ്രോസസ് എന്താണ്? ബാറിക്, ഐസോപീസ്റ്റിക് എന്നൊക്കെ പറയും. ഐസോബാറിക് പ്രോസസ്, എ പ്രോസസ് വിച്ച് ഇസ് കാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അങ്ങനെയുണ്ട്. കോൺസ്റ്റന്റ് പ്രഷറായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്താലേ പറ്റൂ, റൈറ്റ്? അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐസോകോറിക് പ്രോസസ്സിൽ നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു ഡെഫിനിഷൻ ഒന്ന് വരാം. ഐസോകോറിക്, കോൺസ്റ്റന്റ് വോളിയം, dv is equal to 0, but dp not equal to 0. വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റത്തില്ല. dp must be changed, dp not equal to 0. ഐസോബാറിക് പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷറിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ dp 0 ആണെന്നുണ്ടെങ്കിൽ dv നോട്ട് ഈക്വൽ ടു 0. വോളിയം ചേഞ്ച് നടന്നെങ്കിൽ മാത്രമേ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഓഫ് പ്രഷർ, the piston should move forward and the volume must be kept constant, right? Okay, then reversible and irreversible processes. What is reversible process? A process which is carried out infinitesimally slowly so that all changes occurring can be reversed and the system remains almost in the state of equilibrium with the surroundings at every instant of time. ഇതാണ് റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ. ഇതൊക്കെ പഠിച്ചോണം, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞ ഈ ഡെഫിനിഷനിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പ്രോസസ്സ്, സപ്പോസ് ഞാനിപ്പോൾ എടുത്ത ആ സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ,
ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക, സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ വെച്ചൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തേക്കുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ വോളിയം, ഇതിൻ്റെ ഇന്റേണൽ പ്രഷർ കൂടി നിന്നെങ്കിൽ മാത്രമേ, അതായത് ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും, അതിനെ മുന്നോട്ട് തള്ളുന്ന ഒരു ഫോഴ്സും ഉണ്ട്, പുറകോട്ട് തള്ളുന്ന ഒരു ഫോഴ്സും. അപ്പോഴ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒപ്പോസിങ് ഫോഴ്സ് ആയിരിക്കണമല്ലോ. ഇനി ഞാൻ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലൂടെയാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും തമ്മിൽ കാര്യമായ വ്യത്യാസം കാണരുത്, ഒരു സ്വല്പമേ കാണാവൂ. അതായത് ഇൻഫിനിറ്റസിമലി സ്മോൾ എമൗണ്ട് ഈ ഇന്റേണൽ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിനെക്കാട്ടിലും കൂടി നിൽക്കാവൂ. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് മസ്റ്റ് ബി ഓൺലി infinitesimally greater than that of the opposing force, then only it will be a reversible process. ഇനി ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെന്ന് വെച്ചോളൂ, അതിന്റെ പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ ഇച്ചിരി കൂട്ടിയെന്ന് വെച്ചോളൂ, അപ്പോഴെന്ത് ചെയ്യും? ഇറ്റ് മേ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അത് അതിന്റെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. റിവേഴ്സിബിൾ പ്രോസസ് അങ്ങനെ ഒരു നടക്കാൻ സൗകര്യമുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഇത് തമ്മിൽ സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ വരാവൂ. അതായത് ഇവിടെ പ്രഷർ തന്നെ കൺസിഡർ ചെയ്തോളൂ, പ്രഷർ കൂടി നിന്നെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അത് തിരിച്ച് എന്താണ് ഒപ്പോസിങ് ഫോഴ്സ്, അതായത് എക്സ്റ്റേണൽ പ്രഷർ തിരിച്ച് ആ പ്രഷർ അങ്ങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രം കണ്ട് കൂടുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഇറ്റ് വിൽ കം ബാക്ക് ടു ദ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിലോട്ട് വളരെ സൗകര്യപൂർവ്വം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്. അന്നേരം ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റസിമലി സ്ലോ ആയിട്ട് മാത്രമേ ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ. സഡൻ ആയിട്ട് നടന്നാൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോഴ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ. അന്നേരം അങ്ങനെയുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അതായത് V1 എന്നുള്ള വോളിയത്തിൽ നിന്ന് V2 എത്തണം എന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ പ്രോസസ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വളരെ ഇൻഫിനിറ്റസിമലി സ്ലോലി ആയിരിക്കും ആ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രോസസ് ഒരിക്കലും നമ്മുടെ യൂണിവേഴ്സിൽ ഇല്ല. റിവേഴ്സിബിള് നമ്മളൊരു തിയറിറ്റിക്കലായിട്ട് ഒരു എക്സ്പ്ലനേഷൻ, നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിവേഴ്സിബിൾ എന്താണെന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോസസ്സും റിവേഴ്സിബിൾ അല്ല. അതിന്റെ സ്പീഡ് പലതും കൈനറ്റിക്സ് നോക്കുവാണെങ്കിൽ സ്പീഡ് അല്പസ്വല്പം വ്യത്യാസം. ചിലത് നമ്മൾ ലബോറട്ടറിയിൽ ഒരു റിയാക്ഷൻ ടെസ്റ്റ് ട്യൂബിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് സഡൻ ആയിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നത്. ചിലത് കുറച്ചുകൂടെ സമയം എടുക്കും, ചിലത് ഹീറ്റിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. എനിവേസ് അത് ഇൻഫിനിറ്റസിമലി സ്ലോലി അല്ല പ്രോസസ്സ്. അല്ലാതെ കോടാനുകോടി വർഷങ്ങൾ എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. റസ്റ്റിംഗ് ഓഫ് അയൺ നിങ്ങൾ പറയും സ്ലോ ആണ്, പക്ഷെ അത് നടക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ റസ്റ്റിംഗ് നടന്ന് അത് തുരുമ്പിച്ച് അങ്ങ് മണ്ണിൽ അലിഞ്ഞു ചേരും. ഓക്കെ, പക്ഷേ അങ്ങനെ ലോകത്ത് ഒരു യൂണിവേഴ്സിൽ ഒരു പ്രോസസ്സും റിവേഴ്സിബിൾ അല്ല. നമ്മൾ നേച്ചറിൽ നടക്കുന്ന ഏത് പ്രോസസ്സ് എടുത്താലും ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സസ് വിച്ച് ആർ ഒക്കറിങ് ഓൾ ഓൺ എ സഡൻ, സ്പോണ്ടേനിയസ്ലി, റാപ്പിഡ്ലി. അപ്പോഴെന്തായിരിക്കണം? റാപ്പിഡ്ലി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സും ഒപ്പോസിങ് ഫോഴ്സും തമ്മിൽ കാര്യമായ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, റാപ്പിഡായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, ആൻഡ് സിസ്റ്റം ഡസ് നോട്ട് റിമെയിൻ ഇൻ ഇക്വിലിബ്രിയം ഡ്യൂറിങ് ദിസ് ട്രാൻസിഷൻ. അത് ഓൾ ഓൺ എ സഡൻ അങ്ങ് നടക്കുകയാണ്. നിങ്ങളത് ഓർത്ത് നോക്കിയേ, മൗണ്ടൻ അല്ലെങ്കിൽ ഹിൽ സൈഡിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നു. അത് ഇങ്ങനെ പതുക്കെ അല്ല വരുന്നത്, ഓൾ ഓൺ എ സഡൻ. ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നത് ഓൾ ഓൺ എ സഡൻ ആണ്. പക്ഷെ അത് അങ്ങനെയുള്ള പ്രോസസ്സിനെ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നു. പക്ഷെ അത് തിരിച്ചു നടക്കുന്നുണ്ടോ? ഇല്ല. അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് വേണം. എന്തുവേലും ഒരു മോട്ടറോ പമ്പ് വെച്ച് മേളിലോട്ട് എത്തിക്കണം. നമ്മൾ
വാട്ടർ ടാങ്കിലെ വെള്ളം താഴോട്ട് വീഴുന്നു, ഓവർഫ്ലോ ആയി താഴോട്ട് വീഴുന്നു. ഓക്കെ, അതുപോലെ വാട്ടർ ടാങ്ക് വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഏജൻസി വേണം. ഓക്കെ, അതിന് ഹൈറ്റിൽ നിന്ന് വെള്ളം താഴോട്ട് പതിക്കുന്നത് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ. ഓൾ ദ പ്രോസസ്സസ്, നാച്ചുറൽ പ്രോസസ്സസ് ആർ ഇറിവേഴ്സിബിൾ. നമ്മള് ഹീറ്റ് ഫ്ലോസ് കൺസിഡർ ചെയ്യുക. ഒരു ചുട്ട് പഴുത്ത കമ്പി, അതിന്റെ വൺ എൻഡ് വെരി ഹോട്ട് ആൻഡ് ദ അതർ എൻഡ് ഈസ് വെരി കോൾഡ് ആണെന്നുണ്ടെങ്കിൽ heat flows from the hotter end to the colder end. അല്ലാതെ തിരിച്ചു നടക്കുന്നില്ല. Once its flow occurs, then it will not happen in a reversible manner. So അതൊക്കെയാണ് irreversible process. നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് എല്ലാം തന്നെ ഇറിവേഴ്സിബിൾ ആണ്. അത് വൺസ് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നടക്കാം, എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് വേണം. ഓക്കെ, ഇനി സൈക്ലിക് പ്രോസസ് എന്താണ്? സൈക്ലിക് പ്രോസസ് നിങ്ങൾക്ക് വളരെ കോമൺ എക്സാമ്പിൾ ആണ് നമ്മളുടെ കാർനോട്ട് സൈക്കിൾ. അപ്പോഴ് അത് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ when a system undergoes a process and finally it returns to its initial state is known as cyclic process. Or system, if a system after completing a series of processes, if it returns to the initial state itself, it is a cyclic process. That is a cyclic process nu parayunu. So what is a cyclic process? If a system after completing a series of processes, if it returns to the original state itself, it is called a cyclic system. For example, Carnot cycle pressure volume ഇവിടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിലോട്ട് വരുമ്പോൾ അതിന്റെ പ്രഷറോ വോളിയമോ ചേഞ്ച് ചെയ്യുന്നു, ദെൻ പിന്നെയും അതിന്റെ പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യുന്നു, പിന്നെയും ചേഞ്ച് ചെയ്ത് ഫൈനലി അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ളതിനെ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നു. സോ അഗെയിൻ റിവേഴ്സിബിൾ പ്രോസസ്സസ്. ഇവിടെ വളരെ ടെമ്പറേച്ചർ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അഗെയിൻ കം ബാക്ക് ടു റിവേഴ്സിബിൾ പ്രോസസ്. വളരെ സ്മോൾ എമൗണ്ട് ആയിരിക്കണം ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി എമൗണ്ടേ കാണാവൂ. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓൾ ഓൺ എ സഡൻ ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസസ്, ദ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻഫിനിറ്റെസിമലി സ്ലോലി ഈസ് കോൾഡ് എ റിവേഴ്സിബിൾ പ്രോസസ്, വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് റാപ്പിഡ്ലി ഈസ് കോൾഡ് ആൻ irreversible process. For a reversible process at any stage the equilibrium is not disturbed. For irreversible process equilibrium may exist only after completion of the process. It takes infinite time for completion. Reversible process. Irreversible processes takes only finite time for completion. Then for an reversible process work obtained is maximum, but in the reversible process work obtained in this process is not maximum. കാരണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രഷർ വോളിയം വെച്ച് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് മാക്സിമം. കാരണം ഇത് നമ്മൾ റിവേഴ്സിബിൾ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു നല്ലൊരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. The work obtained during a reversible process is maximum. 4 marks ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതൊരു പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്, അത് വായിച്ചോളുക. അന്നേരം അവിടെ ഞാൻ പറഞ്ഞ ആ പി ഡെൽറ്റ വി, ഡബ്ല്യു എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ഇക്വേഷൻ ആണ്. അന്നേരം റിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുള്ളൂ. കാരണം പ്രഷർ എന്ന് പറയുന്നത് വളരെ സ്മോൾ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രഷർ മാക്സിമം, അപ്പൊ ഡബ്ല്യു എന്തായിരിക്കും? മാക്സിമം. ഇനി പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെ റിവേഴ്സിബിൾ, പക്ഷെ ഇറിവേഴ്സിബിൾ പ്രോസസ് ഓൾ ഓൺ എ സഡൻ ആണ്. അന്നേരം എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പൊ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്തോ ഹലോ work obtained in this process is not maximum. Irreversible process.
ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്താണ് റിയാക്ഷൻ ക്യാരിയർഡ് ഔട്ട് ഇൻ ആൻ ഇലക്ട്രോകെമിക്കലി നടത്തുവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഈസ് നോട്ട് ഇവോൾവ് എന്നൊക്കെ പറഞ്ഞു, ഹീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഷാൾ ഐ സ്റ്റോപ്പ് നൗ? അതോ കണ്ടിന്യൂ ചെയ്യാമോ? Shall I stop now? അതോ കണ്ടിന്യൂ ചെയ്യാമോ? പറഞ്ഞാൽ മതി. Okay, we can stop now.